ഗുരുവായൂരിനടുത്ത് ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിലാണ് എൻ്റെ വല്യച്ഛൻ്റെ വീട്. കോളേജ് അവധിയായ കുറച്ചു ദിവസം ഞാനവിടെ താമസിക്കാനായി ചെന്നു. എനിക്ക് കമ്പനിയായി വലിയച്ഛൻ്റെ മകൻ ബിബിനുമുണ്ട്. ഞങ്ങൾ സമപ്രായക്കാരാണ്. ആ ഒരു സമയത്താണ് ലാലേട്ടൻ്റെ പുലിമുരുകൻ റിലീസാവുന്നത്. 2 തവണ ഞാനും ബിബിനും കൂടി സിനിമ കാണാൻ ടൗണിലെ തിയേറ്ററിൽ പോയെങ്കിലും ടിക്കറ്റ് കിട്ടാതെ മടങ്ങേണ്ടി വന്നു. അതോടെ ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി പോയി നോക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴേക്കും തിരക്ക് കുറയുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ഒരാഴ്ച പെട്ടെന്ന് കടന്നുപോയി. പ്ലാൻ ചെയ്തിരുന്ന പ്രകാരം ആ വെള്ളിയാഴ്ച ഞാനും ബിബിനും കൂടി സിനിമയ്ക്ക് പോയി. അക്കാലത്ത് എനിക്കോ അവനോ ബൈക്കൊന്നുമില്ല. അടുത്തുള്ള കവല വരെ സൈക്കിളിൽ പോയി. അവിടുന്ന് ടൗണിലേക്ക് ബസ്സിനും. ടൗണിലെ തിയേറ്ററിലെത്തിയ ഞങ്ങളുടെ പ്രതീക്ഷ ആകെ തെറ്റി. ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ നീണ്ട ക്യൂ. പടം ഇപ്പോഴും ഹൗസ്ഫുള്ളായി ഓടുകയാണ്. ഇത്തവണ എന്തായാലും പടം കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് ചെന്ന് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് സെക്കൻഡ് ഷോയ്ക്കുള്ള ടിക്കറ്റായിരുന്നു. പടം കണ്ടിറങ്ങുമ്പോൾ സമയം 12 മണിയോടടുത്തിരുന്നു. ഇനി കവലയിലേക്ക് ബസ്സില്ല. സിനിമ കാണാനുള്ള ആവേശത്തിൽ അതൊന്നും ഓർത്തില്ല. നടക്കുകയല്ലാതെ വേറെ വഴിയില്ല. വരും ദിവസങ്ങളിലൊന്നും വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വൈകിച്ചെന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. രാവിലെ അതിനനുസരിച്ച് വൈകി തന്നെ എഴുന്നേറ്റാൽ മതി. ഞാനും ബിബിനും നടക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. 7-8 കിലോമീറ്റർ ദൂരമുണ്ട് കവലയിലേക്ക്. വീട്ടിലേക്ക് അവിടുന്ന് പിന്നെയും പോകണം 1.5 കിലോമീറ്ററോളം. അത് പിന്നെ ആശ്വാസമുണ്ട്, സൈക്കിളുണ്ടല്ലോ. ഞങ്ങൾക്ക് ചെറുതായി വിശക്കുന്നുണ്ടായിരുന്നു. കാര്യമായൊന്നും കഴിക്കാൻ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തിയേറ്ററിൻ്റെ തൊട്ടു മുന്നിൽ റോഡ് സൈഡിലുണ്ടായിരുന്ന തട്ടുകടയിൽ നിന്നും ഓരോ പൊതി കപ്പലണ്ടി വാങ്ങി. അതും കുറച്ച് ഹൈവേയുടെ ഓരം ചേർന്ന് വഴിവിളക്കുകളുടെ പ്രകാശത്തിൽ ഞങ്ങൾ നടന്നു. ഇതുവഴി ഒരു ഷോർട്ട് കട്ടുണ്ട്. പണ്ട് പോയിട്ടുള്ളതാണ്, വലിയ ഓർമ്മയൊന്നുമില്ല. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഹൈവേയിൽ നിന്നും ഉള്ളിലേക്ക് തിരിയുന്ന മറ്റൊരു റോഡിലേക്ക് ചൂണ്ടി ബിബിൻ പറഞ്ഞു, ഉറപ്പില്ലെങ്കിൽ പോയി നോക്കണ്ട, രാത്രിയാണ്, അറിയാവുന്ന വഴിയെ പോയാൽ മതി. ഞാൻ പറഞ്ഞു, എടാ 2-3 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അവൻ അവിടെ നിന്നുകൊണ്ട് നിർബന്ധിച്ചു. നിനക്ക് വഴി കൃത്യമായി അറിയില്ലല്ലോ, പിന്നെങ്ങനാ? ഞാൻ ചോദിച്ചു. അതറിയാനൊന്നുമില്ലടാ, ഈ റോഡെ നേരെ അങ്ങ് പോയാൽ മാത്രം മതി. അവൻ അവിടെ നിന്നുകൊണ്ട് ആ റോഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനരികിൽ നിന്നുകൊണ്ട് ഞാനും ആ റോഡിലേക്ക് നോക്കി. ഇവിടെയുള്ളതുപോലെ വഴിവിളക്കുകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് അവിടമാകെ ഇരുട്ടൂത്തിക്കിടക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഉൾഭയം വന്നു. നീ വാ എന്ന് പറഞ്ഞ് ബിബിൻ റോഡ് മുറിച്ച് ആ വഴിയിലേക്ക് കടന്നു. അവൻ്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ എനിക്കും ചെറിയ ധൈര്യം തോന്നി. എന്തായാലും പോയി നോക്കാമെന്ന് തീരുമാനിച്ച് ഞാനും അവന് പുറകെ ചെന്നു. ഇതൊരു പഞ്ചായത്ത് റോഡോ മറ്റോ ആണ്. റോഡിന് ഇരുവശങ്ങളിലും വലിയ വീടുകൾ. അവയുടെ മുൻവശങ്ങളിൽ കത്തി നിന്നിരുന്ന ബൾബുകളുടെ പ്രകാശം റോഡിലേക്കും വീണിരുന്നു. ഹൈവേയിൽ നിന്ന് കണ്ടപ്പോൾ തോന്നിയതുപോലെ അത്ര ഇരുട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ വെളിച്ചത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അധികവും സിനിമയുടെ കഥയും ഫൈറ്റിൻ്റെ കാര്യങ്ങളുമൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ചർച്ചാ വിഷയം. അതിൻ്റെ രസത്തിൽ മുഴുകി അങ്ങനെ നടന്നിരുന്നതുകൊണ്ട് ജനവാസ മേഖല പിന്നിട്ടതോ ഇരുട്ടുമൂലം ബിബിൻ ഫോണിലെ ഫ്ലാഷ് ഓൺ ചെയ്തതോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. കുറേ പോയി കഴിഞ്ഞപ്പോൾ ടാർ റോഡും അവസാനിച്ചു. അവിടുന്ന് അങ്ങോട്ട് ഒരു മൺവഴിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ശ്രദ്ധിച്ച് ഞാൻ പെട്ടെന്ന് നിന്നു. ബിബിൻ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. എടാ, വഴി തീർന്നല്ലോ, ഞാൻ ചോദിച്ചു. അപ്പോഴാണ് അവനും അത് ശ്രദ്ധിച്ചത് എന്നെനിക്ക് മനസ്സിലായി. അവൻ നടത്തം നിർത്തി ചുറ്റിലും ഫ്ലാഷ് തെളിച്ച് നോക്കി. ഏയ്, വഴിയുണ്ടല്ലോ, ഇതിലേ തന്നെയാണ്. അതും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. നടക്കുന്ന സമയം മുഴുവൻ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിനു മറുപടിയായി ഞാൻ വെറുതെ മൂളിക്കൊണ്ട് ചുറ്റുപാടുകളും നിരീക്ഷിച്ച് നടന്നു. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ മൺവഴിയും അവസാനിച്ചു. മുന്നിൽ ഒരു ഒഴിഞ്ഞ പറമ്പാണ്. അത് കണ്ട ഞാൻ വീണ്ടും നിന്നു. ഇതിലേ പോയാലും എത്തും, ബിബിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതവൻ കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ നല്ലൊരു ആക്ഷൻ സിനിമ കണ്ടതിൻ്റെ തിളപ്പിൽ പറഞ്ഞതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പോയി നോക്കാമെന്ന് തന്നെ ഞാനും കരുതി. കുറേ കഴിഞ്ഞപ്പോൾ ഉണക്കപ്പുല്ലുകളും ഉണങ്ങിത്തുടങ്ങിയ മരങ്ങളുമുള്ള ഒരു സ്ഥലമെത്തി. എനിക്ക് ചെറിയ പരിഭ്രമം തോന്നിയെങ്കിലും ബിബിൻ നല്ല കൂളായി നടക്കുകയാണ്. മേഘങ്ങൾ ചന്ദ്രനെ മറച്ചിരുന്നതുകൊണ്ട് തീരെ നിലാവുണ്ടായിരുന്നില്ല. ബിബിൻ്റെ ഫോണിലെ ഫ്ലാഷ് പോരാ എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണും എടുത്ത് ഫ്ലാഷ് ഓൺ ചെയ്തു. കുറേ പോയി കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ആരുടെയോ സംസാരം കേട്ട പോലെ എനിക്ക് തോന്നി. ഞാൻ ഞെട്ടി ബിബിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. ശബ്ദം കേട്ട കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് പറഞ്ഞ് അവൻ നടത്തം തുടർന്നു. പക്ഷെ 2 ചുവട് മുന്നോട്ട് വെച്ച് അവൻ പെട്ടെന്ന് നിന്നു. ഇപ്പോൾ ആ ശബ്ദം കുറച്ചുകൂടി ഉച്ചത്തിലാണ്. ഞങ്ങളുടെ നേരെ മുന്നിൽ നിന്നുമാണ് അത് കേൾക്കുന്നത്. ബിബിൻ ഫ്ലാഷ് അവിടേക്ക് നീട്ടി. അത്രയൊന്നും ദൂരേക്കെത്താൻ അതിന് ശേഷി പോരായിരുന്നു.
ഞാൻ എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷും അവിടേക്ക് നീട്ടി. കുറച്ചു മുന്നിലായി ഒരു കിണർ കാട് കയറി കിടക്കുന്നത് നേരത്തെ വെളിച്ചത്തിൽ ഞങ്ങൾ കണ്ടു. അതിൻ്റെ ചുറ്റുമതിലിൽ വേരുകളാഴ്ത്തി ഒരു വലിയ ബോഗൻവില്ല പടർന്നു നിന്നിരുന്നു. അതിൽ നിറയെ ഇളം പിങ്ക് നിറത്തിലുള്ള പൂക്കളുമുണ്ടായിരുന്നു. ആ കിണറ്റിൽ നിന്നുമാണ് ശബ്ദം കേൾക്കുന്നത്. വാ പോയി നോക്കാം, ബിബിൻ പറഞ്ഞു. എന്തിന്? വേണ്ട, തിരിച്ചു പോവാം, ഞാൻ പറഞ്ഞു. എടാ, ചിലപ്പോൾ ആരെങ്കിലും കാല് തന്നെ അതിനുള്ളിൽ വീണ് കാണും, അതും പറഞ്ഞ് ബിബിൻ ഫ്ലാഷ് നീട്ടിപ്പിടിച്ച് കിണറിന് നേരെ നടന്നു. ഒന്ന് ആമാന്തിച്ച് നിന്ന ശേഷം ഞാനും അവന് പുറകെ ചെന്നു. നല്ല വേഗത്തിൽ നടക്കുകയായിരുന്ന ബിബിൻ എന്തോ കണ്ട് ഭയന്നിട്ടെന്ന പോലെ പെട്ടെന്ന് നിന്നു. പുറകെ നടന്നിരുന്ന ഞാൻ അവനൊപ്പം എത്തി നിന്ന് മുന്നിലേക്ക് ഫ്ലാഷ് നീട്ടി. കിണറിൻ്റെ വക്കിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് പൊന്തി നിൽക്കുന്നു. അവൻ പറഞ്ഞ പോലെ ആരോ കാല് തെന്നി അതിനുള്ളിലേക്ക് വീണിരിക്കുന്നു. വാ, ചെന്ന് സഹായിക്കാം, അതും പറഞ്ഞ് മുന്നോട്ട് നടന്ന എൻ്റെ കയ്യിൽ ബിബിൻ കടന്നു പിടിച്ചു. അവൻ ഭയന്നു വിറച്ചു നിൽക്കുകയാണ്. ഉടനെ ആ കൈ പൊളിഞ്ഞു തുടങ്ങിയിരുന്ന കൽഭിത്തിയിൽ പിടിച്ച് മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. എന്താടാ? അവൻ അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു. അവൻ വിറച്ച് കിണറിന് നേരെ വിരൽ ചൂണ്ടി. അപ്പോഴാണ് ഞാൻ അക്കാര്യം ശ്രദ്ധിക്കുന്നത്. കിണറ്റിൽ വീണയാളുടെ കൈ മാത്രമല്ല, തലയും വെളിയിൽ കാണുന്നുണ്ട്. അത് കണ്ട ഞാൻ ഞെട്ടി വിറച്ചുപോയി. കഴുത്തിൽ നിന്നും വേർപെടാറായ പോലെ തല ഒരു വശത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു. അത്തരം ഒരവസ്ഥയിലുള്ള മനുഷ്യന് ജീവനുണ്ടായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഞങ്ങൾ നോക്കി നിൽക്കെ ആ രൂപം കിണറിൽ നിന്നും പുറത്തേക്ക് വന്നു. ദേഹം മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങിയ ഒരു മനുഷ്യനായിരുന്നു അത്. അതിൻ്റെ കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു തിരിഞ്ഞു കിടന്നിരുന്നു. കൈ മുതൽ കാൽ വരെ ഒടിവുകളുണ്ടായിരുന്നതുകൊണ്ട് ഒരു നാൽക്കാലിയെ പോലെയായിരുന്നു അത് മുന്നോട്ട് നീങ്ങിയത്. ശരിക്കു പറഞ്ഞാൽ മണ്ണിൽ പതിഞ്ഞു നടക്കുന്ന ഒരു ഭീമാകാരൻ പല്ലിയെപ്പോലെ. ഭയന്നുപോയ ഞങ്ങൾക്ക് നിന്നിടത്തു നിന്നും ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ നിന്നു വിറയ്ക്കുകയാണ്. ഏതു നിമിഷവും ആ സാധനം ഞങ്ങൾക്കരികിലെത്തും. അത് മനസ്സിലാക്കിയ ഞാൻ വേഗം ബിബിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറകോട്ടോടി. ആകെ പകച്ചു നിൽക്കുകയായിരുന്ന അവൻ സാവധാനമാണ് ഒന്നനങ്ങിയത്. തിരിഞ്ഞ് എനിക്കൊപ്പം ഓടാൻ തുടങ്ങിയ അവൻ്റെ ദേഹത്തേക്ക് ആ സത്വം എടുത്തു ചാടി. നിലത്തേക്ക് വീണ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ തെറിച്ചുപോയി. അവൻ്റെ കാലുകളിൽ ആ സത്വം പിടിമുറുക്കി. അത് അവനെയും വലിച്ച് കിണറ്റിലേക്ക് പോകാൻ തുടങ്ങി. ബിബിൻ നിലത്ത് കിടന്ന് ഉച്ചത്തിൽ കരഞ്ഞു. ഞാൻ പുറകെ ചെന്ന് അവൻ്റെ കൈ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. രണ്ട് കൈകളും എനിക്കതിന് ഉപയോഗിക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഫോൺ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടുവെച്ച ശേഷമാണ് അത് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഇരുട്ടുമൂലം ഞങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ കഴിയുമായിരുന്നില്ല. ഓരോ തവണയും ഞാൻ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതവനെ കൂടുതൽ ശക്തിയായി പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കൈ വഴുതി. അത് അവനെയും വലിച്ച് അതിവേഗം കിണറിൻ്റെ വക്കിലെത്തി. അത് ഉടനെ അവനെ കിണറിനുള്ളിലേക്ക് തള്ളിയിടുമെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് വീണ്ടും ബിബിൻ്റെ കയ്യിൽ പിടിച്ചു. അത് കണ്ട ആ ഭീകരസത്വം അവനെ കിണറിനുള്ളിലേക്ക് പിടിച്ചു വലിച്ചു. അതോടെ ബിബിൻ്റെ തല കീഴെയും കാൽ മുകളിലുമായി. താഴേക്ക് വീഴാൻ തുടങ്ങിയ അവൻ്റെ കാലിൽ പിടിച്ചു വലിച്ച് ഞാൻ അവനെ പുറത്തേക്കിട്ടു. ഒരു നിമിഷം പോലും കളയാതെ ഞാൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുന്നോട്ടോടി. ഞങ്ങൾ കിണറിനരികിൽ നിന്നും ഏതാണ്ട് 10 അടി ദൂരം പിന്നിട്ട് കാണും. കിണറിനുള്ളിൽ നിന്നും ആ സത്വം 2 ആൾ പൊക്കത്തിൽ ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് എടുത്തു ചാടി. ഞാനും ബിബിനും പെട്ടെന്ന് നിന്നു. ഞാന്ന് കിടക്കുന്ന തല മണ്ണിലുരസിക്കൊണ്ട് അത് ഞങ്ങൾക്കരികിലേക്ക് വരാൻ തുടങ്ങി. അത് അടുത്തെത്തുന്നതിന് മുന്നേ ഞാൻ ബിബിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ഒരു വശത്തേക്ക് ഓടി. അത് പുറകിൽ കൂടെ അതിവേഗത്തിൽ ഞങ്ങൾക്ക് നേരെ ഓടിയെടുക്കുന്ന ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ആ ശബ്ദം നിലച്ചു. ഞങ്ങൾ മുന്നിൽ കണ്ട ഒരു മരത്തിൻ്റെ മറവിലേക്ക് കയറി നിന്ന് ഫ്ലാഷ് ഓഫ് ചെയ്തു. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ഒരിടത്തും ഒച്ചയും അനക്കവും ഒന്നും കേൾക്കുന്നില്ല. ചീവീടുകളുടെയും ഏതോ രാക്കിളികളുടെയും ശബ്ദമൊഴിച്ചാൽ ആ പരിസരം പൂർണ്ണ നിശബ്ദമായിരുന്നു. അത് പോയെന്ന് തോന്നുന്നു. കുറച്ചു നേരം നിന്നിട്ടും പിന്നെ വേറെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ ഫോണിലെ ഫ്ലാഷ് ഓൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പെട്ടെന്ന് ബിബിൻ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. അവൻ വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. ഞാൻ ഫോൺ തിരികെ പോക്കറ്റിൽ തന്നെ വെച്ചു. ഇതേതാ സ്ഥലം? കുറച്ചു നേരം അവിടെ തന്നെ നിന്ന ശേഷം ബിബിനെ ശാന്തനാക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അവൻ ഒന്നും മിണ്ടിയില്ല. എടാ, നീ അത് വിട്, ആ സാധനം പോയി, ഞാൻ പറഞ്ഞു. അതിനും അവൻ മറുപടി പറഞ്ഞില്ല. നീ വാ, നമുക്ക് പോവാം, അതും പറഞ്ഞ് ഫ്ലാഷ് ഓൺ ചെയ്യാനായി ഫോൺ എടുത്ത എൻ്റെ കയ്യിൽ നിന്നും ബിബിൻ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിച്ചു. അവൻ്റെ കണ്ണുകൾ ഭയത്താൽ പുറത്തേക്ക് ഉന്തി നിൽക്കുന്നത് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ വെളിച്ചത്തിൽ ഞാൻ കണ്ടു. ഞാൻ വേഗം ഫോൺ പോക്കറ്റിൽ വെച്ചു. അവനെ സമാധാനിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അധികം നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതും പന്തിയല്ല.
കുറേ നേരം കഴിഞ്ഞപ്പോൾ ബിബിൻ അല്പം ശാന്തനായി. അത് പോയോ? അവൻ ചോദിച്ചു. അത് പോയിട്ട് കുറേ നേരമായി. നീ വാ, നമുക്കും പോവാം, ഞാൻ പറഞ്ഞു. ഒന്ന് മടിച്ചു നിന്ന ശേഷം അവൻ പതിയെ ഫോണെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. എന്തുകൊണ്ടോ എനിക്ക് ഫ്ലാഷ് ഓൺ ചെയ്യാൻ തോന്നിയില്ല. പകരം ഡിസ്പ്ലേ ഫുൾ ബ്രൈറ്റാക്കി ഞാൻ മുന്നിലേക്ക് നീട്ടി താഴേക്ക് തിരിച്ചു പിടിച്ചു. അത് സൃഷ്ടിച്ച നേർത്ത പ്രകാശത്തിൽ ഞങ്ങൾക്ക് മുൻവശം അവ്യക്തമായി കാണാമായിരുന്നു. ആ സമയം മരത്തിൻ്റെ മുകളിൽ നിന്നും ഏതാനും കടവാവലുകൾ വലിയ ശബ്ദമുണ്ടാക്കി ചിറകടിച്ച് പറന്നുപോയി. ബിബിൻ ഒന്ന് ഞെട്ടി. അവൻ്റെ തോളിൽ കൈയിട്ട് ഞാൻ അവനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. എവിടെ നിന്നുമാണ് ഞങ്ങൾ വന്നതെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇത് ചെറിയൊരു കാട് പോലെ തോന്നിക്കുന്ന ഒരു പ്രദേശമാണ്. എവിടെയെങ്കിലും വന്ന വഴി കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ട് ഞങ്ങൾ നടത്തം തുടർന്നു. അതെവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കുറേ ദൂരം നടന്നിട്ടും ഞങ്ങൾക്ക് ആ മൺവഴി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചുറ്റിലും കനത്ത ഇരുട്ടാണ്. ആകെയുള്ളത് കയ്യിലെ ഫോണിൻ്റെ പ്രകാശം മാത്രമാണ്. അതിൻ്റെ ചാർജെങ്ങാനും തീർന്നാൽ പിന്നെ എന്താവുമെന്നറിയില്ല. എനിക്ക് പരിഭ്രമം തോന്നിത്തുടങ്ങി. അല്പം മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ എന്തോ കണ്ട് ഭയന്നിട്ടെന്ന പോലെ ബിബിൻ എൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു. കുറച്ചകലെയായി എന്തോ ഒരു പ്രകാശം കാണുന്നു. ഞങ്ങൾ ഒന്ന് നിന്നു. നേരത്തെ ബിബിൻ്റെ കയ്യിൽ നിന്നും തെറിച്ചുപോയ ഫോൺ ഫ്ലാഷ് ഓണായി ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നതായിരുന്നു അത്. അത് കണ്ടപ്പോൾ ഞാനും അവനും ഒരുപോലെ ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി. ഇവിടെ എവിടെയോ ആണ് നേരത്തെ ആ സത്വം പൊന്തി വന്ന കിണറുള്ളത്. ഫോൺ എങ്ങനെയെങ്കിലും എടുക്കണമെന്നുണ്ട്. പക്ഷേ അതിനടുത്തേക്ക് പോകാൻ എനിക്കോ ബിബിനോ ധൈര്യമില്ല. എൻ്റെ ഫോണാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആകാവുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് അതെടുക്കാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ഫോൺ ബിബിന് നൽകി. ഫോൺ കയ്യിൽ വാങ്ങിയെങ്കിലും എന്നെ അടുത്തുനിന്നും പോകാൻ അവൻ അനുവദിച്ചില്ല. ഒടുവിൽ ഞങ്ങൾ രണ്ടും കൂടി ചുറ്റുപാടും നോക്കിക്കൊണ്ട് അവിടേക്ക് നടന്നു. ഫോൺ കിടക്കുന്നിടത്തേക്ക് എത്തുമ്പോഴേക്കും ഞങ്ങൾ വിയർത്തു കുളിച്ചിരുന്നു. ഞാൻ ആ കിണർ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കുനിഞ്ഞ് ഫോൺ എടുത്തു. അതിലെ ഫ്ലാഷ് ഞങ്ങളുടെ നേർക്കായിരുന്നു എന്നതുകൊണ്ട് വേറൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് നേരെ പിടിച്ചപ്പോഴാണ് തൊട്ടുമുന്നിൽ ഞങ്ങൾ ആ കിണർ കണ്ടത്. ഒരു നിമിഷത്തേക്ക് ഞങ്ങളുടെ ശ്വാസം നിലച്ചു. കാലുകൾ മണ്ണിൽ വേരൂന്നിയ പോലെ ഞങ്ങൾ അവിടെ അനങ്ങാൻ കഴിയാതെ നിന്നുപോയി. പെട്ടെന്ന് കിണറിൻ്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ ഞരക്കങ്ങൾ കേട്ടു. ഞാൻ വേഗം ബിബിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് എവിടേക്കെന്നില്ലാതെ തിരിഞ്ഞോടി. കുറച്ചധികം ദൂരം ഓടി ക്ഷീണിച്ച ഞങ്ങൾ കുറേ ഉണക്കപ്പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഒരു ഭാഗത്ത് നിന്നു. ബിബിൻ്റെ ഫോണിലെ ഫ്ലാഷ് അപ്പോഴും ഓണായിരുന്നു. ഞാൻ വേഗം അത് ഓഫ് ചെയ്തു. ആരെങ്കിലും വിളിക്കാമെന്ന് വെച്ചാൽ 2 ഫോണുകളിലും റേഞ്ച് കാണിക്കുന്നില്ല. ഇവിടെ നിന്നും പുറത്തു കടക്കാൻ എന്താണ് മാർഗമെന്നാലോചിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ബിബിൻ തളർന്ന് നിലത്തേക്കിരുന്നു. രാവിലെ വീട്ടിൽ നിന്നും ഇറക്കാൻ നേരത്ത് ഭക്ഷണം കഴിച്ചതാണ്. പിന്നെ സിനിമ കഴിഞ്ഞ നേരത്ത് ഓരോ പൊതി കപ്പലണ്ടിയും. അതല്ലാതെ ഉള്ളിലേക്ക് വേറൊന്നും ചെന്നിട്ടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും നല്ലപോലെ വിശപ്പും ദാഹവും തോന്നിയിരുന്നതാണ്. പക്ഷേ ആ സത്വത്തിനെ കണ്ട മാത്രയിൽ വിശപ്പ് പമ്പ കടന്നു. എന്നാൽ ദാഹം ഇപ്പോഴുമുണ്ട്. അതും സഹിച്ചോടിയതുകൊണ്ട് തൊണ്ട വരണ്ട് പൊട്ടുന്നത് പോലെയൊക്കെ തോന്നുന്നു. കാലുകൾക്ക് തളർച്ച അനുഭവപ്പെട്ട ഞാൻ ബിബിനരിയിലായി പുല്ലിലിരുന്നതും തൊട്ടുപുറകിൽ നിന്നും ഒരു പാമ്പിൻ്റെ ശീൽക്കാരം കേട്ടു. ഞങ്ങൾ നിലത്തു നിന്നും ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് പുറകോട്ട് ചാടി. ഞാൻ ഫോൺ ഡിസ്പ്ലേ ഓണാക്കി അവിടേക്ക് തിരിച്ചു പിടിച്ചു നോക്കി. ചിതൽപുറ്റുകൾ പോലെ തോന്നിക്കുന്ന ധാരാളം അളകളുള്ള പുറ്റുകളായിരുന്നു അവിടെ നിറയെ. ഞാൻ ബിബിൻ്റെ കയ്യിൽ പിടിച്ച് താഴേക്ക് ലൈറ്റ് നീട്ടി വളരെ ശ്രദ്ധയോടെ പുല്ലുകൾക്കിടയിൽ നിന്നും പുറത്തേക്ക് കടന്നു. ഞാൻ ബിബിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ഫോൺ വാങ്ങി അവൻ്റെ ഫോൺ അവനും കൊടുത്തു. നമ്മൾ എവിടെ നിന്നുമാണ് വന്നതെന്ന് വല്ല പിടിയുമുണ്ടോ? ഞാൻ ചോദിച്ചു. ഇല്ല എന്ന അർത്ഥത്തിൽ അവൻ തോള് കുലുക്കി. ഏത് ദിശയിൽ നിന്നാണെന്നെങ്കിലും അറിയുമോ? പുറത്തേക്കുള്ള വഴി കണ്ടെത്താനുള്ള വ്യഗ്രതയിൽ ഞാൻ വീണ്ടും ചോദിച്ചു. പടിഞ്ഞാറ് നിന്നാണെന്ന് തോന്നുന്നു, അവൻ പറഞ്ഞു. അത് കേട്ട ഞാൻ ഫോണിലെ കോമ്പസ് എടുത്തു നോക്കി. ഞങ്ങൾ തെക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നതെന്നും അതിൽ നിന്നും മനസ്സിലായി. വാ പോവാം. വലത്തേക്ക് തിരിഞ്ഞ് അത് തന്നെയല്ലേ പടിഞ്ഞാറ് എന്നുറപ്പാക്കി ഞാൻ പറഞ്ഞു. ഫോണിൽ റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി പോവുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ഇതേതോ മനുഷ്യവാസമില്ലാത്ത കാട്ടുമുക്കാണ്. ഇവിടെ റേഞ്ചില്ലാത്തതിൽ അതിശയിക്കാനൊന്നുമില്ല. സ്വയം നടന്ന് വഴി കണ്ടെത്തുകയേ നിവൃത്തിയുള്ളൂ. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു വരാൻ വൈകുമെന്ന്. അവർ ചിലപ്പോൾ കാത്തിരിക്കുകയായിരിക്കും. ഞങ്ങളെ 2 പേരെയും വിളിച്ചിട്ട് കിട്ടാതായാൽ അവർ പേടിക്കും. എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. ഞാൻ ഓരോന്ന് ചിന്തിച്ച് നടന്നു. എത്ര ദൂരം വഴിയും അന്വേഷിച്ച് അങ്ങനെ നടന്നു കാണുമെന്നറിയില്ല. കടുത്ത ദാഹം മൂലം ഞങ്ങൾക്ക് തളർച്ച അനുഭവപ്പെടാൻ തുടങ്ങി. അല്പനേരം എവിടെയെങ്കിലുമൊക്കെ ഒന്നിരുന്ന് വിശ്രമിക്കണമെന്നുണ്ട്. പക്ഷേ ഭയം അതിനനുവദിക്കുന്നില്ല.
കുറച്ചുകൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വലിയ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്തെത്തി. ഏതാണ്ട് ഇതേപോലൊരു സ്ഥലത്താണ് ഞങ്ങൾ വന്ന ആ മൺവഴി അവസാനിച്ചത്. ഒരുപക്ഷെ അല്പം കൂടി പോയാൽ വഴി കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് മുന്നിൽ എന്തോ ഒരനക്കം കേട്ട് ഞാനും ബിബിനും ഞെട്ടിത്തരിച്ചുപോയി. ഞങ്ങൾ വേഗം ഒരു കൂറ്റൻ മരത്തിൻ്റെ മറവിലേക്ക് പതുങ്ങി നിന്നു. അവിടെ നിന്നുകൊണ്ട് ഞാൻ തല നീട്ടി വീണ്ടും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഇരുട്ടുമൂലം എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ഫോൺ ഡിസ്പ്ലേ ആ ഭാഗത്തേക്ക് തിരിച്ച് നീട്ടി നോക്കി. അതൊരു തെരുവുനായയായിരുന്നു. ഞാൻ നിലത്തു നിന്നും ഒരു ചെറിയ കല്ലെടുത്ത് അതിന് നേരെ എറിഞ്ഞു. ഏറുകൊണ്ടില്ലെങ്കിലും അത് ഭയന്ന് അവിടെ നിന്നും ഓടിപ്പോയി. ഞാൻ ബിബിനെയും വിളിച്ച് മരത്തിൻ്റെ മറവിൽ നിന്നും വെളിയിലേക്ക് വരാൻ തുടങ്ങിയതും ആ മരത്തിൻ്റെ മുകളിൽ നിന്നും നേരത്തെ കിണറ്റിൽ നിന്നും പൊന്തി വന്ന സത്വം ഒരു പല്ലിയെപ്പോലെ തല കീഴായി അതിവേഗത്തിൽ താഴേക്കിറങ്ങി വന്ന് ബിബിൻ്റെ തലയിൽ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി. ഞാനും അവനും ഒരുപോലെ ഭയന്ന് അലറിക്കരഞ്ഞു. അത് ഒരു കൈ അവൻ്റെ തലയിൽ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. മറ്റേ കൈ കൊണ്ട് മരത്തിലെ ചെറിയ വിടവുകളിൽ പിടിച്ചാണ് അത് പോകുന്നത്. ആദ്യം കുറച്ച് നേരത്തേക്ക് ഭയന്ന് സ്തംഭിച്ചു പോയെങ്കിലും ഉടനെ തന്നെ ഞാൻ ആത്മനിയന്ത്രണം വീണ്ടെടുത്ത് അതിനു പുറകെ മരത്തിലേക്ക് കയറാൻ ശ്രമിച്ചു. താഴെയുണ്ടായിരുന്ന ചെറിയ ചില്ലകളിൽ പിടിച്ച് ഞാൻ മുകളിലേക്ക് കയറി. പക്ഷേ അതിൻ്റെ പിടിയിൽ നിന്നും അവനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത് വളരെ വേഗത്തിലാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെവിടേക്കാണ് പോകുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് താഴേക്ക് നോക്കാൻ നിൽക്കാതെ ഞാനും മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. മരച്ചില്ലകളെ ഇളക്കി മറിച്ചുകൊണ്ടാണ് അത് അവനെയും വലിച്ചു പോകുന്നത്. ഏതാണ്ട് 5-6 അടി മാത്രം ഉയരത്തിലെത്തി ഒരു ചില്ലയിലേക്ക് കാലെടുത്തു വെച്ചതും അതൊടിഞ്ഞ് ഞാൻ നിലത്തേക്ക് വീണു. താഴെ മണ്ണിന് മുകളിലേക്ക് ഉയർന്നു നിന്നിരുന്ന വേരുകളിലായിരുന്നു ഞാൻ ചെന്ന് പതിച്ചത്. എൻ്റെ ദേഹത്ത് ചതവുകൾ രൂപപ്പെട്ടു. അവിടെ കിടന്ന് ഞാൻ ഞരങ്ങി കരഞ്ഞുപോയി. അപ്പോഴേക്കും ആ സത്വം ബിബിനെയും കൊണ്ട് മരത്തിൻ്റെ മുകളിലേക്ക് മറഞ്ഞു കഴിഞ്ഞിരുന്നു. മുകളിൽ നിന്നും ഏതാനും പച്ചിലകൾ എൻ്റെ ദേഹത്തും ചുറ്റിലുമായി വന്നു വീണു. മരച്ചില്ലകളുടെ ആടിയുലയിൽ നിലച്ചിരിക്കുന്നു. എവിടെ നിന്നോ അവൻ്റെ കരച്ചിൽ മാത്രം കേൾക്കുന്നുണ്ട്. 1-2 തവണ ശ്രമിച്ചിട്ടാണ് എനിക്ക് നിലത്തു നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞത്. നിലത്ത് കിടന്നിരുന്ന ഫോൺ എടുത്ത് ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്ത് മുകളിലേക്ക് നോക്കി. ഒന്നും കാണുന്നില്ല. അവൻ്റെ ശബ്ദം ഇപ്പോൾ മറ്റെവിടെ നിന്നോ ആണ് കേൾക്കുന്നത്. ഞാൻ കണ്ണടച്ചു നിന്ന് അത് ശ്രദ്ധിച്ചു. ആ ശബ്ദം വരുന്നത് മുകളിൽ നിന്നും തന്നെയാണ്. പക്ഷേ വേറെ ഏതോ ഭാഗത്തേക്ക് അത് അവനെയും കൊണ്ട് സഞ്ചരിച്ചിരിക്കുന്നു. ഞാൻ ഓരോ മരങ്ങളുടെയും താഴേക്ക് ഓടിച്ചെന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആ ശബ്ദം എന്നിൽ നിന്നും അകന്നകന്നു പോവുകയാണ്. ഒരു ഊഹം വെച്ച് ഞാൻ അതിനെ പിന്തുടർന്നു. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ താഴെ ബിബിൻ്റെ ഫോൺ കിടക്കുന്നത് കണ്ടു. അവൻ്റെ പോക്കറ്റിൽ നിന്നും ഊർന്ന് വീണതായിരിക്കണം. ഞാനതെടുത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ട ശേഷം വീണ്ടും അവൻ്റെ ശബ്ദത്തിനായി കാതോർത്തു. ഒന്നും കേൾക്കുന്നില്ല. അവൻ്റെ ശബ്ദം നിലച്ചിരിക്കുന്നു. എങ്ങും നിശബ്ദത മാത്രം. എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അവനെന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അവിടെ നിന്നുകൊണ്ട് ഞാൻ അവനെ ഉറക്കി വിളിച്ചു. മറുപടി വന്നില്ല. ഭയം എന്നെ പിടിമുറുക്കി. എൻ്റെ കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഈ നിശബ്ദത എന്നെ വേട്ടയാടാൻ തുടങ്ങി. എനിക്ക് ചുറ്റിലുമുള്ള ഇരുട്ടിൽ ആരോ എന്നെ ആക്രമിക്കാൻ പതിയിരിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ 4 ചുറ്റിലും ഫ്ലാഷ് നീട്ടി നോക്കി. അതിൻ്റെ വെളിച്ചം അധികം ദൂരത്തേക്കൊന്നും എത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കുറച്ചകലെയായി ഒരു കിണർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കിണർ തന്നെയാണ് എന്നൊന്നും ഉറപ്പില്ല. വെളിച്ചം നന്നേ കുറവാണ്. കാഴ്ചയിൽ കിണർ പോലെ തോന്നിക്കുന്നുണ്ട് എന്ന് മാത്രം. ഞാൻ പതിയെ അതിനു നേരെ ചൂടുവെച്ചു. അത് ആ കിണർ തന്നെയായിരുന്നു. നേരത്തെ ആ സത്വം കയറി വന്ന അതേ കിണർ. അത് ബിബിനെയും കൊണ്ട് കിണറിനുള്ളിലേക്ക് പോയി കാണുമോ? ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും ഞാൻ അതിനടുത്തേക്ക് തന്നെ നടന്നു. കിണറിൻ്റെ തൊട്ടടുത്തെത്തി ഞാൻ ഒന്ന് നിന്നു. എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ഞാൻ വിറച്ച് കാലുകൾ നിരക്കി അല്പം കൂടി അതിനടുത്തേക്ക് ചേർന്ന് നിന്നു. എന്നിട്ട് മടിച്ച് ഫ്ലാഷ് അതിനുള്ളിലേക്ക് നീട്ടി. ഒപ്പം തലയും. തല നീട്ടിയെങ്കിലും എന്താണ് കാണാൻ പോകുന്ന കാഴ്ച എന്നറിയാത്തതുകൊണ്ട് ഞാൻ കണ്ണുകൾ അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അതിനുള്ളിൽ നിന്നും ചീഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം എൻ്റെ മൂക്കിൽ പതിച്ചു. എനിക്ക് ഓക്കാനം വന്നു. ഞാനറിയാതെ കണ്ണു തുറന്നുപോയി. അതിനുള്ളിലെ കാഴ്ച കണ്ട എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നല്ല ആഴമുള്ള കിണർ. അതിൻ്റെ അടിത്തട്ട് നിറയെ പാറകളായിരുന്നു. അതിൽ അങ്ങിങ്ങായി ഏതാനും തലയോട്ടികളും അസ്ഥിപഞ്ജരങ്ങളും കിടക്കുന്നു. എന്നെ ഭയത്തിൻ്റെ കൊടുമുടിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ആ അസ്ഥികൾക്ക് ചുറ്റും മാംസപേശികൾ രൂപപ്പെടാൻ തുടങ്ങി. ഒടുവിൽ അവ നേരത്തെ മുകളിലേക്ക് കയറി വന്ന സത്വത്തിൻ്റെ അതേ രൂപം പ്രാപിച്ചു. ഞാൻ അറിയാതെ പുറകോട്ട് ചുവടുവെച്ചു. പെട്ടെന്ന് എനിക്ക് നേരെ മുകളിൽ നിന്നും എന്തോ ഒന്ന് കിണറിൻ്റെ ഭിത്തിയിലേക്ക് വലിയ ശബ്ദത്തോടെ എടുത്തു ചാടി. അല്ലെങ്കിലേ ഭയന്ന് നിൽക്കുകയായിരുന്ന എൻ്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി.
നേരത്തെ കണ്ട ആ സത്വം ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നും എടുത്തു ചാടിയതായിരുന്നു അത്. അതിപ്പോഴും ബിബിൻ്റെ തലയിൽ കൈ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ ബോധം മറിഞ്ഞിട്ടെന്ന പോലെ കണ്ണുകൾ അടഞ്ഞ് കൈകാലുകൾ ബലം നഷ്ടപ്പെട്ട് തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഉടനെ ആ സത്വം അവനെ 2 കൈകളും കൊണ്ട് മുകളിലേക്ക് ഉയർത്തി. അവനെ കിണറിനുള്ളിലേക്കിടാനുള്ള പുറപ്പാടാണെന്ന് കുറച്ചു കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. അവനെ ഒന്ന് ഉയർത്തിപ്പിടിച്ച ശേഷം പെട്ടെന്നത് അവനെ താഴേക്കെറിഞ്ഞു. ആ കാഴ്ച ഞാൻ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നെങ്കിലും ഭയം മൂലം ഞാനാകെ മരവിച്ച നിലയിലായിരുന്നു. ചിലപ്പോഴൊക്കെ മനസ്സ് ശിഥിലമാകുന്നിടത്ത് ശരീരം സ്വയം പ്രവർത്തിക്കും. അത് ഇവിടെയും സംഭവിച്ചു. ഞാൻ പോലും അറിയാതെ എൻ്റെ കൈകൾ മുന്നോട്ട് നീങ്ങി. അവ ബിബിൻ്റെ ദേഹത്തെ ചുറ്റിപ്പിടിച്ച് പുറകോട്ട് വലിച്ചു. അവൻ കിണറിൻ്റെ പുറത്തേക്ക് വീണു. ഞാൻ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അത് കണ്ടതും ആ സത്വം പല്ലുകൾ തമ്മിൽ കൂട്ടിയുരച്ച് ഭയപ്പെടുത്തുന്ന ഒരുതരം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അതെൻ്റെ നെഞ്ചിൻ കൂടെ തുളച്ച് ഉള്ളിലേക്ക് ഇറങ്ങുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഒറ്റയ്ക്ക് പോലും നേരെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്ന ഞാൻ ബിബിനെയും തോളിൽ ചുമന്ന് തിരിഞ്ഞോടി. പുറകിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആ സാധനം ഞങ്ങൾക്ക് നേരെ ചാടി വീഴാം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ ബിബിനെയും ചുമന്ന് എനിക്ക് അത്ര വേഗത്തിലൊന്നും ഓടാനും കഴിയുന്നില്ല. ഫോൺ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കാലുകൾ കുഴഞ്ഞു വന്നു. ഞാൻ ഓട്ടം നിർത്തി. ഇനി ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. ബിബിനെ തോളിൽ നിന്നും ഇറക്കി ഞാൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചാരി നിർത്തി. ഞാൻ നിന്ന് കിതയ്ക്കുകയാണ്. മൂക്കിലൂടെ ആവശ്യത്തിന് പ്രാണവായു ഉള്ളിലേക്ക് എത്താത്തതുപോലെ. ശരീരത്തിലെ മുഴുവൻ ധമനികളും സ്പന്ദിക്കുന്നത് ഞാൻ അറിഞ്ഞു. എങ്ങനെയെങ്കിലും ബിബിനെ ഉണർത്തണം, അല്ലാതെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ അവൻ്റെ മുഖത്ത് തട്ടി വിളിച്ചു. കുറച്ച് തവണ അത് ആവർത്തിച്ചപ്പോൾ അവൻ പതിയെ കണ്ണു തുറന്നു. എൻ്റെ മുഖം കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, അവൻ ഒന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഉടനെ തന്നെ ഒരുതരം തിരിച്ചറിവ് ലഭിച്ചിട്ടെന്ന പോലെ അവൻ ഉറക്കെ അലറിക്കരയാൻ തുടങ്ങി. ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അടങ്ങിയില്ല. അപ്പോഴാണ് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അവൻ എനിക്ക് പുറകിലേക്ക് നോക്കിയാണ് കരയുന്നത്. എൻ്റെ തൊട്ടുപുറകിൽ എന്തോ ഉണ്ട്. എല്ലുകൾ ഒടിയുന്നത് പോലെയുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പതിയെ തല മാത്രം തിരിച്ച് പുറകോട്ട് നോക്കി. അവിടെ കണ്ട കാഴ്ച എന്നിൽ സൃഷ്ടിച്ച വികാരത്തെ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ തൊട്ടുപുറകിൽ തല ഒടിഞ്ഞു തൂങ്ങിയ സത്വം 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. അതിൻ്റെ കൈകാലുകൾ ഒടിഞ്ഞു നുറുങ്ങി പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പുറകിലായി കിണറ്റിൽ നിന്നും അതിന് സമാനമായ മറ്റനേകം സത്വങ്ങളും പുറത്തേക്ക് കയറി ഞങ്ങൾക്ക് നേരെ വരുന്നു. ഇതൊരു ദുസ്വപ്നമായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ആ സത്വം എൻ്റെ കഴുത്തിൽ പിടിച്ച് പുറകോട്ട് വലിച്ചെറിഞ്ഞു. ഞാൻ കരയ്ക്ക് കയറി വരുന്ന സത്വങ്ങളുടെ നേരെ മുന്നിലേക്ക് ചെന്ന് വീണു. ഇനി രക്ഷയില്ല. ഒരെണ്ണത്തിൻ്റെ കയ്യിൽ നിന്ന് പോലും ഓടി രക്ഷപ്പെടാൻ കഴിയുന്നില്ല. പിന്നെയാണ് ഇത്രയും എണ്ണത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഞങ്ങൾ മരണമുറപ്പിച്ചു. എത്ര വലിയ നിസ്സഹായാവസ്ഥയിലാണെങ്കിലും ഇതിക്ക് അങ്ങനങ്ങ് കീഴടങ്ങി കൊടുക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. അത് പക്ഷെ പൊരുതിക്കൊണ്ടാവണമെന്നുറച്ച് ഞാൻ നിലത്തു നിന്നും എഴുന്നേറ്റു. 2 കാലിൽ നേരെ നിന്നതും മുന്നിൽ നിന്നും മറ്റൊരു സത്വം എൻ്റെ ദേഹത്തേക്ക് എടുത്തു ചാടി. ഞാൻ പുറകോട്ട് മറിഞ്ഞു വീണു. നിലത്ത് വീണ് കിടക്കുന്ന എൻ്റെ 2 കൈകളും ചേർത്ത് പിടിച്ച് അതെന്നെ പുറകോട്ട് വലിക്കാൻ തുടങ്ങി. താഴെ കിടക്കുന്ന ഞാൻ അതിൻ്റെ വയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി. ദുഷിച്ച ഗന്ധമുള്ള രക്തം അതിൻ്റെ ദേഹത്തെ ഒടിവുകളിലൂടെ എൻ്റെ ശരീരത്തിലേക്ക് തെറിച്ചു. ആ സമയം അതിന് ബലക്ഷയം വന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ ഒരിക്കൽ കൂടി അതിനെ ആഞ്ഞു ചവിട്ടി. അതൊരു വശത്തേക്ക് മറിഞ്ഞു വീണു. ഞാൻ നിലത്ത് നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചതും മുന്നിൽ നിന്നും മറ്റൊന്ന് എനിക്ക് നേരെ ചാടി വീണു. അസ്ഥികൾ പുറത്തേക്കുന്തി നിൽക്കുന്ന അതിൻ്റെ വിരലുകൾ എൻ്റെ കണ്ണുകൾ ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ കൈകൾ കൊണ്ട് മുഖം പൊത്തി തല ഒരു വശത്തേക്ക് ചരിച്ചു. അതിൻ്റെ വിരലുകൾ എൻ്റെ കവിളിൽ പതിച്ച് മുറിവുണ്ടായി. അതൊരു ചെറിയ മുറിവായിരുന്നെങ്കിലും എന്തോ എനിക്കെൻ്റെ ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. ഞാൻ തല കുടഞ്ഞ് ഉണർന്നിരിക്കാൻ ശ്രമിച്ചു. ഓരോ തവണ അതിന് ശ്രമിക്കുമ്പോഴും കാഴ്ച കൂടുതൽ മങ്ങി വരികയാണ് ചെയ്തത്. എൻ്റെ ദേഹം തളർന്നു. അനങ്ങാൻ കഴിയാതെ നിലത്ത് കിടക്കുന്ന എൻ്റെ തല ആ സത്വം നേരെ നിർത്തി. അതിൻ്റെ കൈകൾ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. ഏതു നിമിഷവും ആ കൂർത്ത നഖങ്ങൾ എൻ്റെ കണ്ണുകളിൽ ആഴ്ന്നിറങ്ങും. അത് കണ്ട് എൻ്റെ കൃഷ്ണമണികൾ വികസിച്ചു. കണ്ണുകൾ അടയ്ക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ആ വിരലുകൾ എന്നെ തൊട്ടില്ല എന്ന നിലയിലെത്തിയ നിമിഷത്തിൽ എവിടെ നിന്നോ ഒരു മരകഷ്ണം ആ കൈകളെ ശക്തിയായി പ്രഹരിച്ചു. അല്ലെങ്കിൽ അടർന്നു വീഴാറായ പോലെ നിൽക്കുകയായിരുന്ന ആ കൈകൾ അടിയേറ്റ് ദൂരേക്ക് തെറിച്ചുപോയി. ഞാൻ മുകളിലേക്ക് നോക്കി. ബിബിൻ ഒരു വലിയ മരക്കഷ്ണവും പിടിച്ച് നിൽക്കുകയാണ്. അവൻ അതും പിടിച്ച് എൻ്റെ മുകളിലിരിക്കുന്ന സത്വത്തിനെ ഒന്നുകൂടി ആഞ്ഞടിച്ചു. അതോടെ അതും ഒരു വശത്തേക്ക് വീണു. അവൻ വേഗം എൻ്റെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു.
നേരെ നിന്ന എൻ്റെ കാലുകൾ നിലത്തുറയ്ക്കാത്തതുപോലെ ആടിക്കളിച്ചു. ബിബിൻ എന്നെയും പിടിച്ചു വലിച്ച് തിരിഞ്ഞോടി. നേരെ ചൊവ്വേ നിൽക്കാൻ പോലും കഴിയാത്ത ഞാൻ ഒരു മദ്യപാനിയെപ്പോലെ ആടിയാടി അവൻ്റെ പുറകെ ഓടി. അവൻ എങ്ങനെയാണ് ആദ്യം വന്ന സത്വത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ അവൻ അതിനെ തിരിച്ചാക്രമിച്ചു കാണും. അവൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. പുറകിൽ നിന്നും വികൃതമായ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ബിബിൻ മുന്നിലായി നല്ല വേഗത്തിലോടുകയാണ്. ഞാനും അവനും തമ്മിൽ അല്പം ദൂരവ്യത്യാസമുണ്ട്. പുറകിലെ ശബ്ദങ്ങൾ ഉച്ചത്തിലാവാൻ തുടങ്ങി. അത് കേട്ട ഞാൻ അറിയാതെ തിരിഞ്ഞു നോക്കി. കൈയില്ലാത്ത ഒരു സത്വം ഞങ്ങൾക്ക് നേരെ ഓടി വരുന്നതാണ് ആദ്യം കണ്ടത്. അതിൻ്റെ പുറകിലായി കിണറ്റിൽ നിന്നും പിന്നെയും സമാന രൂപമുള്ള അനേകം സത്വങ്ങൾ ഇറങ്ങി വരുന്നത് നിഴൽ പോലെ അവ്യക്തമായി ഞാൻ കണ്ടു. ഭയന്നുപോയ എൻ്റെ കാലുകൾ ഇടറി. ഞാൻ നിലത്തേക്ക് മറിഞ്ഞു വീണു. എനിക്ക് ഒച്ച വയ്ക്കാൻ കഴിഞ്ഞില്ല. ബിബിൻ തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. ആ സത്വങ്ങൾ ഉടനെ എന്നെ പൊതിയും. ഞാൻ നിലത്ത് നിന്നും കയ്യിൽ തടഞ്ഞ ഒരു ചെറിയ കല്ലെടുത്ത് ബിബിൻ്റെ പുറകിലേക്ക് എറിഞ്ഞു. ഏറുകൊണ്ട അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. നിലത്ത് വീണ് കിടക്കുന്ന എനിക്കരികിലേക്ക് ഓടി വന്ന് അവൻ വീണ്ടും എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചു. എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല എന്ന് കണ്ട അവൻ എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ ഞാൻ വീഴാതെ അവനൊപ്പം എത്താൻ ശ്രമിച്ചു. ഇവിടേക്ക് വന്ന വഴി ഒരിടത്തും കാണുന്നില്ല. എത്ര ദൂരം ഇതേപോലെ ഓടാൻ കഴിയും? വലിയ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ പാമ്പിനെ കണ്ട സ്ഥലം പോലെ തോന്നിച്ചു. അതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ വേഗത കുറഞ്ഞു. അത് മനസ്സിലാക്കിയ ബിബിൻ എൻ്റെ കയ്യിൽ പിടിച്ച് ശക്തിയായി മുന്നോട്ട് വലിച്ചു. അവനൊപ്പം ഓടുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ആ സത്വങ്ങൾ തൊട്ടു പുറകിലെത്തിയിരിക്കുന്നു. അവയുടെ പിടിയിൽപ്പെടുന്നതിനേക്കാൾ നല്ലത് പാമ്പുകളാണെന്ന് തോന്നിയ ഞാൻ കാലുകൾ വലിച്ചു വെച്ചോടി. പെട്ടെന്ന് എൻ്റെ കഴുത്തിന് താഴെയായി പുറകിൽ എന്തോ ഒന്ന് ആഴത്തിൽ മുറിവുണ്ടാക്കി. ഏതോ ഒരു ഹിംസ്രജന്തുവിൻ്റെ കൂർത്ത നഖങ്ങൾ തുളച്ചു കയറിയതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ ഉറക്കെ അലറിക്കൊണ്ട് മുന്നോട്ട് വീണു. അല്പം തെളിഞ്ഞു വന്നിരുന്ന കാഴ്ച വീണ്ടും മങ്ങാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ ബലമായി പിടിച്ചിരുന്ന ബിബിൻ എന്നെ അവനരികിലേക്ക് വലിച്ചെടുപ്പിച്ചു. ഞങ്ങളുടെ നേർക്ക് പാഞ്ഞെടുക്കുന്ന അനേകം സത്വങ്ങളെ കണ്ണുകളടയുന്നതിനു മുമ്പായി ഞാൻ കണ്ടു. നിലത്ത് തളർന്നു വീണ എന്നെ ബിബിൻ താങ്ങിയെടുത്ത് ഓടാൻ തുടങ്ങി. അവൻ്റെ തോളിൽ കിടക്കുമ്പോൾ അവൻ തളർന്നു വരുന്നത് ഞാൻ അറിഞ്ഞു. മുന്നിൽ വേറെ വഴിയൊന്നും കാണുന്നില്ല എന്ന് അവൻ്റെ പരിഭ്രമത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെ പോയാൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ തീരുമെന്ന് തോന്നിയ ഞാൻ ഒരു വിധത്തിൽ കൈ ഉയർത്തി ബിബിൻ്റെ തോളിൽ കുത്തി താഴേക്ക് ചാടി. നിലത്തേക്ക് വീണ എൻ്റെ ദേഹത്തേക്ക് അനേകം വികൃത സത്വങ്ങൾ ചാടി വീണു. എൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും പൂർണ്ണമായി അടഞ്ഞു കഴിഞ്ഞിരുന്നു. ബോധം ഇടവിട്ട് മിന്നിമറഞ്ഞു. ചുറ്റിലും എന്തൊക്കെയോ സംഭവിക്കുന്നു. ഞാൻ നിലത്തുകൂടെ വലിച്ചിഴക്കപ്പെടുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഞാൻ ആ കിണറിനുള്ളിലേക്ക് എറിയപ്പെടും. അവസാനമായി ഞാൻ ഒന്ന് കണ്ണു തുറക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെ ശരിക്കും അതിശയിപ്പിച്ചു കളഞ്ഞു. ബിബിൻ എന്നെയും വലിച്ചോടുകയാണ്. ഞാൻ പുറകോട്ട് നോക്കി. പിന്നലായി ആ സത്വങ്ങൾ ഞങ്ങളെ പിന്തുടർന്നു വരുന്നു. ഞാൻ ബിബിൻ്റെ കയ്യിൽ ബലമായി ഒന്ന് പിടിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. എനിക്ക് ബോധം വീണു എന്ന് കണ്ട അവൻ എന്നെ നിലത്തു നിന്നും എഴുന്നേൽപ്പിച്ചു. കുറച്ചു നേരത്തേക്കെങ്കിലും കാലുകൾക്ക് വിശ്രമം ലഭിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഓടാൻ അധികം ബുദ്ധിമുട്ട് തോന്നിയില്ല. എന്നെ എഴുന്നേൽപ്പിക്കാൻ ഒന്ന് നിൽക്കേണ്ടി വന്ന സമയം കൊണ്ട് ആ സത്വങ്ങൾ ഞങ്ങൾക്കരികിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവയിൽ രണ്ടെണ്ണം ഞങ്ങൾ ഓരോരുത്തരുടെയും നേർക്കെടുത്തു ചാടി. നേരെ മുന്നിൽ പുല്ലുകൾ വളർന്ന് കാട് പിടിച്ചു കിടക്കുകയാണ്. തിരിഞ്ഞോടാൻ ഒരു വഴിയുമില്ല എന്ന് കണ്ട ഞങ്ങൾ മുന്നോട്ട് കുനിഞ്ഞ് ആ പുല്ലുകൾക്കിടയിലേക്ക് എടുത്തു ചാടി. അവിടെയും സമതലമായിരിക്കുമെന്ന് കരുതിയ ഞങ്ങൾക്ക് തെറ്റി. ഒരു ഇറക്കത്തിലേക്കായിരുന്നു ഞങ്ങൾ ചെന്ന് വീണത്. ഞങ്ങൾ ഉരുണ്ടുരുണ്ട് പാറ പോലെ പരുപരുത്ത ഒരു ഭാഗത്തെത്തി. ദേഹം മുഴുവൻ ഉരഞ്ഞ മുറിവുകളുണ്ടായിരിക്കുന്നു. ഞങ്ങൾ വെപ്രാളത്തോടെ നിലത്തു നിന്നും ചാടി എഴുന്നേറ്റു. പുറകിൽ അവറ്റകളെ കാണുന്നില്ല. അത് ഞങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തി. നേരത്തെ സംഭവിച്ചതുപോലെ മുകളിൽ നിന്നെങ്ങാനും അവ ആക്രമിക്കുമോ എന്ന ഭയം ഞങ്ങളെ ബാധിച്ചു. ഞാൻ തല അല്പം ഉയർത്തിപ്പിടിച്ച് നാല് ചുറ്റും നോക്കി. അടുത്തെങ്ങും ഒരൊറ്റ മരം പോലുമില്ല. ബിബിൻ നിന്ന് കിതയ്ക്കുകയാണ്. ആ സമയം എന്തോ കണ്ടിട്ട് അവൻ എൻ്റെ തോളിൽ പിടിച്ചു. അപ്പോഴാണ് ഞാൻ അക്കാര്യം ശ്രദ്ധിച്ചത്. ഞങ്ങൾ നിൽക്കുന്നത് ഒരു റോഡിൻ്റെ ഒത്ത മധ്യഭാഗത്താണ്. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷം തോന്നി. ഇരുട്ട് കാരണം കാര്യമായൊന്നും വ്യക്തമാവാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വഴി മുൻപരിചയം തോന്നിയില്ല. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കി. അത് ചാർജ് തീർന്ന് ഓഫായിരിക്കുകയാണ്. ഞാൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ബിബിൻ്റെ ഫോൺ എടുത്ത് അവന് നൽകി. അവൻ വേഗം അത് വാങ്ങി അൺലോക്ക് ചെയ്തു. അതിൽ റേഞ്ച് കാണിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വിളിക്കാനായി അവൻ നമ്പർ എടുത്തതും ആ ഫോണും ഓഫായി. ചെറിയ നിരാശയോടെ അവൻ ഫോൺ പോക്കറ്റിലിട്ടു. കാര്യം ശരി, ഇത് റോഡാണ്, എങ്കിലും ഇവിടെ നിൽക്കുന്നത് അപകടമാണ്.
അതുകൊണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ജംഗ്ഷനിലെത്തുമെന്ന പ്രതീക്ഷയോടെ ദിശയറിയാതെ ഞങ്ങൾ റോഡിലൂടെ മുന്നോട്ട് നടന്നു. ഭയം നൽകിയ ഊർജം കുറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശപ്പും ദാഹവും അനുഭവപ്പെടാൻ തുടങ്ങി. എന്താണ് ഈ സത്വങ്ങൾ? പ്രേതങ്ങളാണോ? അതോ വേറെ ഏതെങ്കിലും പിശാചുകളോ? ഇവയെക്കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടേയില്ല. നടക്കുന്നതിനിടയിൽ ഞാൻ ചിന്തിച്ചു. ഒന്നിനും ഒരു ഉത്തരം കണ്ടെത്താൻ എനിക്കായില്ല. നീണ്ടുകിടക്കുന്ന റോഡിൻ്റെ ഓരം ചേർന്ന് തൊട്ടുമുമ്പ് സംഭവിച്ചതൊന്നും വിശ്വസിക്കാനാവാതെ ഞങ്ങൾ നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ പ്രദേശത്തെ പിന്നിലാക്കി ഇരുട്ടിലേക്ക് നടന്നകന്നു.